ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡിൽ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായതിന്റെ സന്തോഷത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി മുരുകപാണ്ടി. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് തങ്ങൾക്ക് ഭരണം ലഭിച്ചതെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി മുരുകപാണ്ടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡ് നിലവിൽ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് നിലനിർത്താൻ തന്നെയാണ് പാർട്ടി വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത്. മുരുകപാണ്ടിയാണ് അവിടെ മത്സരിച്ചത്. ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു. എത്ര വോട്ടിനാണ് ജയിച്ചത്? നമ്മൾ 90 വോട്ടിന് കൂടുതൽ, 100ഓളം വോട്ടായി അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചു. ഈ പ്രചാരണ പരിപാടികൾക്ക് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ പാർട്ടി വലിയ ദൗത്യമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നോ? വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ടൈറ്റ് മത്സരമായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അവിടെ പെരിയക്കണൽ 12ാം വാർഡിൽ നമുക്കെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി ഞാനും കൂടി നല്ല ടൈറ്റ് മത്സരമായിരുന്നു അവിടെ. ഈ ഏതായാലും വിജയം കൈവരിച്ചു. ഈ പ്രചാരണ പരിപാടികൾക്ക് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ആൾക്കാർ എന്താണ് അവിടെ ഒരു ആവശ്യം ഉന്നയിച്ചത്? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ 2 എസ്റ്റേറ്റ് മേഖല ഉണ്ട്. ലോയർ ഡിവിഷൻ, ന്യൂ ഡിവിഷൻ പറഞ്ഞിട്ട്. ഇന്നൊരു ഭാഗം നമുക്ക് മുത്തമ്മ കോളനി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഷിക മേഖല ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കുടിവെള്ളത്തിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്. കുടിവെള്ളത്തിന്റെ മസ്റ്റായിട്ട് ഫസ്റ്റ് പറഞ്ഞത് ആൾക്കാർ, ജനങ്ങൾ നമ്മളോട് പറഞ്ഞത് കുടിവെള്ളത്തിന്റെ കുറെ വിഷയമുണ്ട്. അപ്പൊ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എസ്റ്റേറ്റ് മേഖല എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ലൈഫ് പദ്ധതിയിൽ വീടാണ് ആവശ്യം. ഇവിടെ എസ്റ്റേറ്റിൽ ജോലി കഴിഞ്ഞ് അവർ തിരിച്ച് റിട്ടയർമെന്റ് ചെയ്തിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടുമില്ലാതെ ഒന്നുമില്ലാതാണ് ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. അപ്പൊ എസ്റ്റേറ്റ് മേഖലയിൽ ഈ തൊഴിലാളികൾ ജീവിക്കുന്നത് അവർക്ക് ലൈഫ് മെഷീനിൽ ഉറപ്പായിട്ട് വീട് വേണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ അത് തന്നെ ചെയ്യും. ആദ്യഘട്ടം മുത്തമ്മ കോളനിയിലുള്ള നല്ല കുടിവെള്ളം, ബാക്കി നടക്കാനുള്ള റോഡ് എല്ലാം പൊളിഞ്ഞു കിടക്കാണ്. അതിനുള്ള ഏർപ്പാടും ബാക്കി എസ്റ്റേറ്റ് മേഖലയിൽ ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് ഉറപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ഉദ്ദേശം. ജയിച്ചതിൽ വലിയ സന്തോഷമാണല്ലേ? നല്ല സന്തോഷമുണ്ട്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, പക്ഷെ ജയിച്ചു. ഓക്കെ. ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നടപ്പിലാക്കി. കൂടാതെ തൊഴിലാളികൾക്ക് ലൈഫ് മിഷനിൽ വീട് നൽകുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് തന്നെയാണ് മുരുകപാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.